കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ ഹർഷിന വീണ്ടും സമരത്തിലേക്ക്. പ്രോസിക്യൂഷൻ നിലപാട് ഹർഷിനയ്ക്കൊപ്പമല്ല എന്നിരിക്കെ ഫെബ്രുവരി 13-ന് സത്യാഗ്രഹ സമരം ആരംഭിക്കുമെന്ന് സമരസമിതി. സമരം കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ബെൻസൺ ബാബുവാണ് ചേരുന്നത്. ബെൻസൺ, നീണ്ടകാലം സമരത്തിലായിരുന്നു ഹർഷീന. എന്നിട്ടും ഹർഷീനയ്ക്ക് നീതി ലഭിച്ചില്ല, നീതി അകലെ ആണ് എന്നുള്ള ഒരു നിലപാടിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലാണോ വീണ്ടും ഇപ്പോൾ ഒരു സമരത്തിലേക്ക് തിരിയുന്നത്? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ 2017 നവംബർ 30-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടന്ന പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷിനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു കണ്ടെത്തുന്നത്. തുടർന്ന് ഇങ്ങോട്ട് വലിയ സമര പോരാട്ടങ്ങളായിരുന്നു ഹർഷിനയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. പലവട്ടം ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുൻപിൽ തന്നെ പരസ്യ പ്രതിഷേധവുമായി ദിവസങ്ങൾ നീണ്ടുനിന്ന സമരത്തിലേക്കൊക്കെ കടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം കേസ് കോടതിയിലെത്തുകയും അതിനിടയിൽ തന്നെ ആരോഗ്യമന്ത്രി ഇത്തരത്തിൽ ഈ നഷ്ടപരിഹാരം അടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ നഷ്ടപരിഹാരം പര്യാപ്തമല്ല എന്ന് ഹർഷിനയുടെ കുടുംബം സർക്കാരിനെ അറിയിക്കുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ഇപ്പോൾ വീണ്ടും ഇവർ സമരവുമായി രംഗത്തെത്താനുള്ള കാരണം ഹൈക്കോടതിയിൽ നിന്നും പ്രതികൾക്ക് സ്റ്റേ ലഭിക്കാനിടയായ സാഹചര്യവും ഇതുവരെയും ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കണമെന്ന് ഗവൺമെന്റ് പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കോടതിയോട് ആവശ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇവ രണ്ടും ഈ പ്രോസിക്യൂഷന്റെ നിലപാട് ഹർഷിനയ്ക്കെതിരാണ് എന്ന് തെളിയിക്കുന്നതാണ് എന്നാണ് സമരസമിതി ആരോപിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 13-ാം തീയതി ഒരു സത്യാഗ്രഹ സമരത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ ഹർഷിനയും കുടുംബവും അതോടൊപ്പം തന്നെ സമരസമിതിയും തീരുമാനിച്ചിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 13-ാം തീയതി ഫെബ്രുവരി 13-ന് വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ കോഴിക്കോട് കിഡ്സൺ കോർണറിൽ സത്യാഗ്രഹ സമരം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. സൂചിപ്പിച്ചതുപോലെ കെ മുരളീധരനാണ് ഈ ഒരു സമരം ഉദ്ഘാടനം ചെയ്യുക, അതിൽ പങ്കെടുക്കുകയും ചെയ്യും. നേരത്തെയും മുൻപും സമാന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഹർഷിനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വന്നിരുന്നു, സമരസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി വന്നിരുന്നു. അന്നെല്ലാം ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു ഈ ഒരു സമരത്തിൽ പങ്കാളികളായിട്ടും ഉണ്ടായിരുന്നത്. സൂചിപ്പിച്ചതുപോലെ 13-ാം തീയതി സത്യാഗ്രഹ സമരത്തിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം ഈ ഒരു സർക്കാരിന്റെ നിലപാട് ഏത് രീതിയിലാണെന്ന് അറിഞ്ഞതിന് ശേഷം തുടർ സമരങ്ങൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് സമരസമിതി അറിയിച്ചിട്ടുള്ളത്. സ്വാതി. ശരി ബെൻസൺ.